കൊച്ചി പാലാരിവട്ടത്ത് ഇപ്പോൾ പൈപ്പ് വീണ്ടും പൊട്ടിയിരിക്കുന്നു. ജല അതോറിറ്റിയുടെ പൈപ്പാണ് പൊട്ടിയത്. മുൻപ് തമ്മനം ഭാഗത്തെ പൈപ്പും പൊട്ടിയിരുന്നു. എസ് രാഗിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, ഒരു മാറ്റവുമില്ലല്ലേ? പൈപ്പ് നേരത്തെ ഒരു മണിക്കൂറിന് മുൻപാണ് ഇവിടെ പൊട്ടിയത്. പാലാരിവട്ടത്ത് പള്ളിക്ക് മുൻപിൽ ആണ് ഈ പൈപ്പ് പൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രധാന ഇടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പാണിത്. ആലുവയിൽ നിന്ന് എത്തിക്കുന്ന വെള്ളം ഇവിടെ കൊച്ചി നഗരത്തിൽ വിവിധ ഇടങ്ങളിലേക്ക് വിതരണം ചെയ്യേണ്ടതാണ്. ആ ഒരു വരുന്ന പൈപ്പ് 700 mm പ്രിമോ പൈപ്പ് അതാണ് പൊട്ടിയിരിക്കുന്നത്. വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ പൈപ്പ് പൊട്ടിയപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പൊട്ടിയപ്പോൾ വലിയ ശബ്ദത്തോടു കൂടി പുറത്തേക്ക് വെള്ളം കുത്തിയൊലിക്കുകയായിരുന്നു. 4 പാടും റോഡുണ്ട്. ആ റോഡിലേക്കൊക്കെ തന്നെ വെള്ളം ഇരച്ച് എത്തി. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബുദ്ധിമുട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? എന്താണ് അവസ്ഥ നിലവില്? നമുക്കറിയാം, ഈ 700 mm 55 കൊല്ലം പഴക്കമുള്ള പൈപ്പാണ് ഇപ്പൊ പൊട്ടിയിരിക്കുന്നത്. പല തവണയായി ഇപ്പൊ പൊട്ടുന്നു. 4ാമത്തെ തവണയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് സംസ്കാര ജംഗ്ഷൻ തൊട്ട് തമ്മനം അനന്തപുരം അമ്പലം വരെ ഈ പൈപ്പുള്ളൂ. സത്യം പറഞ്ഞാല് ഇത് ഇത്രയും വർഷങ്ങളായിട്ട് ഇവർക്ക് മാറ്റാൻ എന്തുകൊണ്ട് പറ്റാത്തതെന്നുള്ളത് ഒരു വിഷയം. പക്ഷെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ അറിയിച്ചിട്ടുള്ളത്. ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിന്റെ ഒക്കെ പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ ഈ റോഡിന്റെ ഗതാഗതം വളരെ പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ്. അതൊക്കെ ബുദ്ധിമുട്ടിലായിരിക്കും അല്ലേ? എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. 2-3 ദിവസത്തേക്ക് ഞങ്ങൾക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിരിക്കും. വെള്ളത്തിന്റെ പ്രശ്നം ഇന്നും ഈ പ്രശ്നം വന്നിരിക്കുകയാണ്. എന്ത് ചെയ്യും? ജനങ്ങൾ ആകത്ത് താറുമാറായിരിക്കുകയാണ് ഇപ്പോൾ. ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവർ അതാണ് പറയുന്നത്. ജല അതോറിറ്റിക്ക് മുൻപിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞു മടുത്തു. കാരണം പല തവണയായി പല സമയങ്ങളിലൊക്കെ തന്നെ പൈപ്പ് പൊട്ടുന്നു. കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. 700 mm പ്രിമോ പൈപ്പാണ്. പ്രത്യേകിച്ചും പമ്പിംഗ് നടക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അതായത് ഇപ്പോൾ പമ്പിംഗ് നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ പൈപ്പ് പൊട്ടിയ പ്രദേശത്ത് വലിയൊരു ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ്. റോഡ് താഴേക്ക് താഴ്ന്ന് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇനി 2 കാര്യമുണ്ട്. ഒന്ന്, പൈപ്പ് നേരെയാക്കണം. അതോടൊപ്പം തന്നെ റോഡും ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു ക്രിസ്മസ് സമയമാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ വെള്ളമില്ലാതെ വരുന്നതും ഒക്കെ തന്നെ അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. കൊച്ചി നഗരത്തിലെ പാലാരിവട്ടത്തെ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ശരി രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.